നാളെയാണ് സംസ്ഥാനത്ത് മോക്ക് ഡ്രിൽ. പക്ഷേ പലർക്കും എന്താണ് മോക്ക് ഡ്രിൽ എന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര അവസ്ഥകളിൽ, എമർജൻസി കേസുകളിൽ ആ സംഭവത്തോട് എങ്ങനെ ശരിയായ രീതിയിലും സ്പീഡിലും കാര്യക്ഷമതയിലും പെരുമാറണമെന്ന് ഈ ഡ്രില്ലുകൾ നമ്മെ സഹായിക്കും. പ്രധാനമായും നാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, സൈറൺ മുഴങ്ങുമ്പോൾ നമ്മുടെ വീടുകളിലെ, ഓഫീസുകളിലെ, മറ്റു സ്ഥാപനങ്ങളിലെല്ലാം ലൈറ്റ് ഓഫ് ചെയ്യണം. ജനാലയുടെ സമീപങ്ങളിൽ ഫോൺ പോലത്തതോ അതല്ലെങ്കിൽ പ്രകാശം പരത്തുന്നത് പോലെയുള്ള മറ്റു ഉപകരണങ്ങളെല്ലാം ഒഴിവാക്കുക. ദീർഘമായ സൈറണാണ് മുഴങ്ങിയിട്ടുള്ളതെങ്കിൽ അത് മുന്നറിയിപ്പും, ചെറിയ സൈറണാണെങ്കിൽ അത് സുരക്ഷിതമാണെന്നുമുള്ള അറിയിക്കലാണ്. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ സൈറൺ മുഴങ്ങുന്നത് കേട്ടതെങ്കിൽ അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് മാറാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾ വീടിനുള്ളിലുള്ള സാഹചര്യത്തിലാണ് ഈ സൈറൺ മുഴങ്ങുന്നത് കേട്ടതെങ്കിൽ വീടിനുള്ളിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഔട്ട് സമയങ്ങളിലാണെങ്കിൽ തീർച്ചയായും മാറി എന്ന് ഉറപ്പുവരുത്തുക. ബ്ലാക്ക് ഔട്ട് സൈറൺ ആണ് നിങ്ങൾ കേട്ടതെങ്കിൽ വീട്ടിലാവട്ടെ, ഓഫീസിലാവട്ടെ, ബിൽഡിങ്ങിലാവട്ടെ, എവിടെയും ആവട്ടെ, വൈദ്യുതി ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ അത്തരം ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്യുക. എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള സകല കിറ്റുകളും തയ്യാറാക്കുക. അതിൽ നിർബന്ധമായിട്ടും ടോർച്ചും വെള്ളവും മരുന്നും ഉൾക്കൊള്ളിക്കാൻ മറക്കുകയും ചെയ്യരുത്. ഇതാണ് പ്രധാനമായിട്ടും സൈറൺ മുഴങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കേണ്ട. കാരണം ഡ്രില്ലിനെ കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും എന്താണത്, എന്തിനാണതെന്ന് നമ്മളിൽ പലർക്കും അറിയുകയില്ല. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ്.